കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ ആക്ച്വലി ഈ ഒരു വചനമാണ് എന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ വിസ്മയാവഹത എന്താണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി എന്തു ചെയ്തു? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ഇത് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് നമ്മളെടുത്ത പ്രൊസീജിയർ, നമ്മൾ ഈ ധ്യാനത്തിനെടുത്ത പ്രൊസീജിയർ എന്താ? ഈ കാര്യം ആദ്യമേ പറഞ്ഞോ? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ല. എന്ന മാതിരി തന്നെയാണ് ഈ കാര്യം മുഴുവനും പഴയ നിയമത്തിൽ ഒരു ഹിഡൻ വേയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും മനസ്സിലാകരുത് എന്ന ബോധ്യത്തിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ആർക്കും അത് മനസ്സിലാകരുത്. പക്ഷെ എപ്പോൾ മനസ്സിലാകണം? യേശു ക്രിസ്തു കുരിശിൽ ബലി അർപ്പിച്ചതിന് ശേഷമേ ഇത് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ സുവിശേഷ കാലഘട്ടത്തിലും ആർക്കും ഇത് മനസ്സിലാകാത്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രോണോസ് ആൻഡ് കൈറോസ്, ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കലായിട്ട് നടന്നിട്ടുള്ള ഒരുപാട് ബിബ്ലിക്കൽ സംഭവങ്ങൾ. പക്ഷെ അതെല്ലാം കൈറോസ് എന്ന ഒറ്റ സംഭവത്തിന് വേണ്ടിയാണ്. എന്താണ് കൈറോസ്? യേശു ക്രിസ്തുവിലൂടെയുള്ള പീഡാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവുമായ ആ ഒറ്റ സംഭവം. ബൈബിൾ മുഴുവനും പഠിക്കേണ്ടത് ഈ ഒറ്റ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടായിരിക്കണം. അതിൽ നിന്നും ഉള്ള വെളിപാടിലൂടെ ആയിരിക്കണം. കാറ്റഗിസത്തിൽ 129 ഖണ്ഡികയിൽ പറയുന്നൊരു കാര്യം ഇതാണ്: ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മരിച്ചുത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തെ ആസ് ഇറ്റ് ഈസ്, ബൈബിൾ സേസ്, ബൈബിൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കരുത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമാണത്. നമ്മളിനി സാവധാനം ഇത് എടുക്കാം. പെട്ടെന്ന് നമ്മളങ്ങ് മുഴുവനും മനസ്സിലാവില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടത്, പരിശുദ്ധാത്മാവേ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ആദ്യമേ എടുത്തത് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞെല്ലാവരും പരിശുദ്ധാത്മാവേ എനിക്ക് അറിഞ്ഞുകൂടാ. ഈശോ പറഞ്ഞു, അവൻ വരുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. ഇത് ഭയങ്കര കാര്യമാണിത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ഈ സത്യത്തിൻ്റെ പൂർണ്ണത മനസ്സിലാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിനെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കണം. പരിശുദ്ധാത്മാവിന് വലിയ ഇഷ്ടമാണ് സത്യം അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രഹസ്യം എനിക്ക് വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാൽ, എടാ അതിനല്ലേ ഞാനിവിടെ ഇരിക്കണത് എന്നുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പരിശുദ്ധാത്മാവിന് സന്തോഷം. ഞാൻ ഇവിടെ ഇരിക്കണത് എന്തിനാ? നിനക്ക് ദൈവത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരാനാണ്. എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയാം, ഇച്ചിരി സമയം തായോ, അറിയാവുന്നതാണെങ്കിൽ പെട്ടെന്ന് പറയും. ഡോണ്ട് വറി. നമ്മൾ എന്തു ചെയ്യും? പരിശുദ്ധാത്മാവിനോട് ചോദിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ചോദ്യം വന്നത് നമ്മൾ ഇന്നലെ കേട്ടു, ലാസറും ധനവാനും. ആദ്യം മനസ്സിലാക്കേണ്ടത്, അത് ഈശോ ഈ യേശുവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ, അതായത് യേശുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് ശേഷം ഉണ്ടാകാനിരിക്കുന്ന അവസ്ഥയുടെ ഒരു ഉപമയാണത്. അതൊരു ഉപമയാണ്. ഇറ്റ് ഈസ് നോട്ട് എ
റിയൽ ഇൻസിഡൻറ്റ്, അതൊരു ഉപമയാണ് ഫസ്റ്റ് ഓഫ് ആൾ. അപ്പോൾ ആ ഉപമയിൽ 2 കഥാപാത്രമാണ്. ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താവും എന്നുള്ളത് നമുക്ക് ഒരു വിശുദ്ധമായ ഒരു ഭയം തരുന്നതിന് വേണ്ടിയാണ്. ഇതാണ് ബിബ്ലിക്കൽ വിശുദ്ധമായ ഒരു ഭയം. ഒരുപാട് സ്ഥലത്ത് ബൈബിളിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവർ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെടും. അവിടെ പല്ലുകടി ഉണ്ടാവും, കരച്ചിലുണ്ടാവും, അവിടെ തീയുണ്ടാവും, പുഴുക്കൾ അവരെ തിന്നും. അതാണ് നമ്മുടെ കുർബാനയുടെ അവസാനം പാടുന്നത്. പുഴു തിന്നാനോ തീയിലിടാനോ ഇടവരുത്താതെ അവരെ എൻ്റെ വലതുഭാഗത്തേക്ക് നയിക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉണ്ട്. എന്താണ് ഉണ്ട്? നരകം എന്നുള്ളത് ഉണ്ട്. ഇറ്റ് ഈസ് എ ട്രൂത്ത്. പക്ഷേ ആരാണ് നരകത്തിൽ പോകുന്നത്? ആരാണ് നരകത്തിൽ പോകുന്നത്? ഇത് നമ്മൾ പിന്നീട് എടുക്കേണ്ട ഒരു ക്ലാസ്സാണ്. എങ്കിലും ഞാൻ അതിനെ ഒരു പ്രീമച്വർ ഡെലിവറി നടത്തിയാണ്. നമ്മുടെ ആകാംക്ഷ നരകം എന്നാൽ എന്താണ്? 1033 കാറ്റഗിസത്തിൽ 1033. ഇതെല്ലാം ഞാൻ ഈ ഖണ്ഡികകൾ പറയുന്നത് ഇത് തോമസ് പോളിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമല്ല. ഇത് സഭയുടെ ഡോഗ്മാറ്റിക്കായിട്ടുള്ള ഔദ്യോഗികമായ പ്രബോധനമാണ്. ഇനി ദൈവനീതിയെക്കുറിച്ചും ഞാൻ ഈ സഭയുടെ പ്രബോധനത്തിൽ നിന്ന് പറയാം. അപ്പോൾ നമുക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആവും. പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഒരുപാട് സ്ഥലത്ത് പ്രഘോഷിക്കപ്പെടുന്നതെല്ലാം ഏതോ ചില ചിന്തകളിൽ നിന്നും, അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷികമായ ചില ബോധ്യങ്ങളിലൂടെ ആകാതെ ദൈവശക്തിയിലായിരിക്കണം. അത് ഇനി നമ്മൾ ഓരോന്നോരോന്ന് പോകുമ്പോൾ അത് അനാവരണം ചെയ്യപ്പെടും. നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? നരകം എന്നത് മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം സ്വീകരിക്കാതെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഇത്രയും കരുണാർദ്രമായ ആ കുരിശിൽ നടത്തിയ ആത്മദാനത്തെ തിരസ്കരിക്കുന്നവരും, മനസ്സിലായോ? അത് തിരസ്കരിക്കുന്നവരും മനസ്തപിക്കാതെ മാരകമായ പാപത്തിൽ ജീവിച്ച് മനസ്തപിക്കാതെ മരിക്കുന്നവരും, അവർ എന്നേക്കുമായി ദൈവത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അവരെന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. അതിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? നമ്മൾ അല്പം മുമ്പ് വിവരിച്ചു. കർത്താവ് ഈശോ മിശിഹ ലോകം മുഴുവന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്. അതിൻ്റെ ആ വിസ്മരണീയതയും അതിൻ്റെ ആ വ്യാപ്തി ശരിക്കും കുരിശിൻ്റെ വേദനയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈശോയുടെ പീഠാനുഭവത്തിനെ കുറിച്ചുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാകുമ്പോൾ അത്രയും വലിയ കരുണ യേശു എല്ലാവർക്കും വേണ്ടി ഒഴുക്കിയിട്ട് അതിനെ ആർക്ക് വേണമെങ്കിലും തിരസ്കരിക്കാനുള്ള ഫ്രീഡവും കൊടുത്തിരിക്കുന്നു. കാരണം ഫ്രീഡമില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ മകനല്ല. അപ്പോൾ നരകം എന്നത് ആ ഫ്രീഡത്തെ ദുരുപയോഗിക്കാം. അവൻ ആ രക്ഷാകരമായ ക്രിസ്തുവിൻ്റെ കരുണയെ തിരസ്കരിക്കുക. അതാണ് ഫസ്റ്റ് നരകത്തിൽ പോകാൻ ആവശ്യമായ, അല്ലെങ്കിൽ നരകത്തിൽ ഏതവസ്ഥയിലാണ് ഒരു ആത്മാവ് നരകത്തിൽ പോകുന്നത്, അതിനെ അവൻ ബോധപൂർവം തിരസ്കരിക്കുകയും അവൻ മാരകമായ പാപത്തിൽ ജീവിക്കുകയും അതിൽ നിന്നും പശ്ചാത്തപിക്കാതെ മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഒരാത്മാവ് നരകത്തിൽ പോകുന്നത്. അങ്ങനെ നരകത്തിൽ പോയിരിക്കുന്നവർക്ക് യാതൊരു ആശ്വാസവും കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈസ് ഇറ്റ് റൈറ്റ്? അപ്പം അത് ദൈവം അവരോട് ചെയ്യുന്ന വല്ല കരുണയില്ലായ്മയാണോ? ദൈവം അവർക്ക് വേണ്ടി കരുണ കൊടുത്തിട്ട് ആ കരുണയെ അവർ തന്നെ തിരസ്കരിച്ചുകൊണ്ട് അവരുടെ സ്വന്തം തീരുമാനപ്രകാരം ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇത് എപ്പോഴും ഈശോ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈശോ പറയാറുള്ള ഒരു ഉദാഹരണമാണ്, നിനവേക്കാർക്ക് യോന ഒരടയാളമായിരുന്ന പോലെ.
അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. യോനായോട് കർത്താവ് പറഞ്ഞു, നീ പോയിട്ട് പറഞ്ഞോ എല്ലാവരോടും, ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. 40 ദിവസത്തിനകത്ത് നിനവയെ ഞാൻ നശിപ്പിക്കും. യോന ഉടനെ പ്രഘോഷിച്ചു, കർത്താവ് 40 ദിവസത്തിനകത്ത് നിനവെ നശിപ്പിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിനവെ നിവാസികളെല്ലാവരും ചാക്കൊടുത്ത് ചാരം പൂശി അനുതപിച്ചു. അപ്പം ഈ നശിപ്പിക്കും എന്നും വരാനിരിക്കുന്ന അവർ ദൈവത്തിൽ അനുതപിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകാനിരിക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ദൈവം പല പ്രാവശ്യം പറയുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എന്തിനാണ്? അവരെ വിശുദ്ധമായ ഒരു ഭയത്തിലൂടെ അവർ മനസ്തപിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും മനസ്തപിച്ചപ്പോൾ കർത്താവ് മനസ്സ് മാറ്റി. ഇപ്പം ആർക്കാണ് മനസ്താവില്ലായ്മ? ഇപ്പം യോനാക്കാണ് ദേഷ്യം വരണത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്നിട്ട് ഈശോ പറയാണ്, എന്നാൽ ഇതാ യോനായേക്കാൾ വലിയവൻ ഇവിടെ. എന്താ യോനായേക്കാൾ വലിയവൻ? യോന നിങ്ങളൊക്കെ നശിക്കുമെന്ന് പ്രഘോഷിച്ചുള്ളൂ, അപ്പോഴേക്കും അവർ ചാരം പൂശി അനുതപിച്ചു. എന്നാൽ യോനായേക്കാൾ വലിയവൻ ഇതാ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവ് ഈശോ മിശിഹ എന്ത് ചെയ്തു? അവരുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു. ഇനി എങ്ങനെ അവർ നശിക്കുക? എന്നിട്ടും അതിനെ തിരസ്കരിക്കുന്നുണ്ടെങ്കിലോ? മനസ്സിലാവുന്നുണ്ടോ? വാസ്തവത്തിൽ പാപം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ആത്മാവ് നയിക്കണമാതിരി പോവാണ്, എൻ്റെ സിസ്റ്റമാറ്റിക്കലായിട്ടല്ല ഇത് പോകുന്നത്, സാരില്ല. ഉദാഹരണത്തിന് ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് തൻ്റെ ആത്മാവിനെ അച്ചാരമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു. ഈ അച്ചാരം എന്നുള്ള വാക്ക് കുർബാനയിലും പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്നതാണ്, അച്ചാരം. ഈ അച്ചാരം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സ്ഥലം കച്ചവടമാക്കി, 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപയാണ് അതിൻ്റെ വില. നമ്മൾ ഉടനെ 1 കോടി രൂപ കൊടുക്കുകയല്ലല്ലോ, നമ്മളൊരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കണോ? എത്ര രൂപ കൊടുക്കും അഡ്വാൻസ്? 1 ലക്ഷം എന്ന് വിചാരിച്ചു. 1 കോടി രൂപയുടെ വിലയുള്ള ഈ സ്ഥലത്തിന് നമ്മൾ എന്ത് കൊടുക്കണു? 1 ലക്ഷം രൂപ കൊടുത്ത്, ചുമ്മാ കൊടുക്കുകയല്ല, ഒരു എഗ്രിമെൻ്റ്, കരാർ എഴുതൂലേ? ആ കരാറിൽ എഴുതിയിരിക്കുകയാണ് 25 ലക്ഷം ഒരു മാസം കഴിയുമ്പോൾ തരും, പിന്നെ ഒരു 25 ലക്ഷം പിന്നെ ഒരു മാസം കഴിയുമ്പോൾ തരും, പിന്നെ ബാക്കി മുഴുവൻ പൈസയും തന്ന് നടത്തപ്പെടും. ഈ കരാർ അനുസരിച്ച് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു, അച്ചാരം കൊടുത്തു. ഇനി അയാൾക്ക് ഈ സ്ഥലം വേറെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റില്ല. ആർക്ക് മാത്രമേ ഇത് വിൽക്കാൻ പറ്റുള്ളൂ? ആർക്ക് മാത്രമേ ഇത് വാങ്ങാൻ പറ്റുള്ളൂ? ഈ അച്ചാരം കൊടുത്ത ആൾക്ക് മാത്രം. ഇപ്പോൾ ശ്രദ്ധിക്കണം, എല്ലാവരും ഒന്ന് കരമുയർത്തിയേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ ഒരു വചനം വായിക്കാം നമുക്ക്. പൗലോസ് സ്ലീഹയുടെ ലേഖനത്തിൽ ഏതാണ്, 2 കൊറിന്ത്യോസ് 5:17 നോക്കിയേ. 2 കൊറിന്ത്യോസ് 5:17 മുതൽ, അല്ലെങ്കിൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ഒരു മനുഷ്യൻ്റെ പാപം മൂലം എല്ലാവരും, ഇല്ല, അതിൻ്റെ മുൻപ് 13 നോക്കിയേ. അല്ലല്ല, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ. അല്ല, റോമർ 5 എടുക്ക്. റോമർ 5 റോമർ 5:18. ഈ റോമർ 5-ഉം 2 കൊരിന്ത്യർ 5 ഏതാണ്ട് ഒരേമാതിരി പോകും.
റോമർ 5 അല്ല, ഇങ്ങനെ എടുക്ക്, 16 മുതൽ വായിക്കുക, അല്ലെങ്കിൽ 15 മുതൽ വായിക്കും. 15 മുതൽ, സോറി, റോമർ 5:15 മുതൽ. എല്ലാവരും എടുത്തോ, എല്ലാവരും ഒരുമിച്ച് വായിക്കാം. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് അധികമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിന്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഒന്ന് കരമുയർത്തി പുറങ്ങല്ലേ. ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം. ഇപ്പൊ നമ്മൾ മനസ്സിലായി, പാപം ലോകത്തിൽ മുഴുവനും വന്നു. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പഞ്ചാബി, പാഴ്സി, സിഖ്, IS-കാരായാലും ഇവരെല്ലാവരും പാപം ചെയ്തത് എന്തുകൊണ്ടാണ്? ആദത്തിൻ്റെ പാപം മൂലമാണ്. വിശ്വസിക്കുന്നുവോ? യേശു പാപപരിഹാരം ചെയ്തത് ആരുടെ പാപത്തിനാണ്? ഈ ഒരു മനുഷ്യൻ മൂലമുണ്ടായ പാപത്തിൽ. അതായത് ആദം മൂലമുണ്ടായ, ഒരു മനുഷ്യൻ മൂലമുണ്ടായ പാപം എല്ലാവരിലും പരന്നുവെങ്കിൽ ഒരു മനുഷ്യൻ മൂലം ഉണ്ടായ ആ പാപത്തിൻ്റെ സ്ഥാനത്ത് യേശു പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ആ പരിഹാര ബലിയിലൂടെ നൽകപ്പെടുന്ന കൃപ അച്ചാരമായിട്ട് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു. ആർക്ക് ലഭിച്ചിരിക്കുന്നു? ആർക്ക് വേണ്ടിയാണ് ഈശോ ബലി അർപ്പിച്ചത്? എല്ലാവർക്കും. ഇപ്പോൾ അച്ചാരം കൊടുത്തോ? അപ്പോൾ ഇനി ആർക്കാണ് ഈ ആളെ സ്വന്തമാക്കാൻ പറ്റുക? അച്ചാരം കൊടുത്ത ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആൾ സാവധാനം, ഈ അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഉള്ളതുകൊണ്ട്, എല്ലാവരിലും ഉള്ളതുകൊണ്ട്, ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പലരും ക്രിസ്ത്യാനികളാവുന്നുണ്ട്. നമ്മൾ പോയി ആക്കണത് കൊണ്ടൊന്നുമല്ല, നമ്മളൊന്നും പറയാതെ തന്നെ ഈ അച്ചാരമായ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ ബലിയിലൂടെ
ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും നൽകപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അകത്തിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അവരെ ആ ആത്മാവ് തന്നെ വിസ്മയനീയമായ രീതിയിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളോട് പറയുകയാണ്, നീ അവനോട് പോയിട്ട് സുവിശേഷം പറയും. അല്ലെങ്കിൽ നിരവധി ഹിന്ദുക്കളും മുസ്ലിങ്ങളും പല ജാതി മതസ്ഥരും ഈ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു അക്രൈസ്തവനായിട്ടുള്ള ഒരാൾ ഇപ്പോൾ വിശ്വാസമായി മാമോദീസ സ്വീകരിച്ചു. പക്ഷേ മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് അവൻ എങ്ങനെ വിശ്വാസത്തിൽ വന്നാലല്ലേ മാമോദീസ സ്വീകരിക്കുള്ളൂ? എങ്ങനെ അവന് വചനം കേൾക്കും? ഇതാ ഇവിടെ ഇരിക്കുന്ന ഒരാൾ എങ്ങനെ വചനം കേട്ടപ്പോൾ മനസ്സിലായി? ഈ മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ മാമോദീസ സ്വീകരിച്ചത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം, പരിശുദ്ധാത്മാവ് വേണം, ഈ വചനം മനസ്സിലാക്കണം. അതാരുടെ പ്രവൃത്തിയാ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തന്നെയാണ്. എന്തുകൊണ്ട് കിട്ടി? ഈ അച്ചാരം അവരിൽ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് അക്രൈസ്തവർ എന്ന് ഞാൻ വാസ്തവത്തിൽ അക്രൈസ്തവർ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആരുമില്ല അക്രൈസ്തവർ. നമ്മൾ പണ്ട് എഴുതിയിരിക്കുന്നൊരു പാട്ടാണ്, എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാവരിലും ക്രിസ്തു എല്ലാ ജാതിയിലും യേശു ക്രിസ്തു വാഴുന്നു അതാണ് ദൈവരാജ്യം. യേശു ക്രിസ്തു എല്ലാ ജാതി മതസ്ഥരിലും വാഴുന്നു. എന്തുകൊണ്ട്? ആദിയിൽ വചനമുണ്ടായി. ഇത് റിഡംഡോറിസ് മിസ്സിയോയിലും മറ്റ് പല ചാക്രിക ലേഖനങ്ങളിലും പറഞ്ഞിരിക്കുന്നൊരു ആശയമാണ്. ആദിയിൽ വചനമുണ്ടായി. ആ വചനമാരായിരുന്നു? യേശു ക്രിസ്തുവായി. അവനെ കൂടാതെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ക്രിസ്തു എല്ലാവരിലും ഉണ്ടോ ഇല്ലയോ? അവനെ കൂടാതെ ആരും ഉണ്ടായിട്ടില്ല. എല്ലാവരും ദൈവത്താൽ സൃഷ്ടിച്ചതും ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചതും ദൈവത്തിൻ്റെ രക്ഷാകര അനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വേണ്ടിയാണ് എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ വിശാലമായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതോടൊപ്പം ക്രോണോസ് ആൻഡ് കൈറോസ് മനസ്സിലാകണം. പഴയ നിയമത്തിൽ ക്രോണോളജിക്കലായിട്ട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ജീവിക്കുന്ന നമ്മളിൽ അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇപ്പോൾ മോശയുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ നിയമാവർത്തന ഗ്രന്ഥത്തിൽ, പുറപ്പാടിൽ, സംഖ്യയിലെല്ലാം പറഞ്ഞിരിക്കുകയാണ്, ഇന്നിന്ന തിന്മ ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള ശിക്ഷയുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ഇത്ര തലമുറയ്ക്ക് ശിക്ഷയുണ്ടാകും. അത് ഇന്ന് ജീവിക്കുന്ന നമ്മളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു? യേശുക്രിസ്തു വന്നു. ഇത് കൺസിഡർ ചെയ്യ്, എന്നിട്ട് അതും കൂടി അപ്ലൈ ചെയ്യും. യേശുക്രിസ്തു വന്നിട്ട് എന്ത് ചെയ്തു? യേശുക്രിസ്തു പാപവും ശിക്ഷയും ശാപവും ഏറ്റെടുത്തു. അതിൽ വിശ്വസിച്ച് ഇന്ന് മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ആ വ്യക്തി എന്തായി മാറുന്നു? ഇപ്പോൾ 2 കൊരിന്ത്യർ 5:17 വായിക്കാം. നേരത്തെ നമ്മളെടുത്താണ് 2 കൊരിന്ത്യർ 5:17. എന്താ? നമ്മളിത്തിരി സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്, എന്നാലും ചില സംശയങ്ങൾ മാറ്റി മാറ്റി വരുന്നതാണ്. 2 കൊരിന്ത്യർ 5:17 എന്താ പറയണേ? യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതാണ് കാറ്റഗിസത്തിൽ മാമോദീസയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം വായിക്കാം. 1263 മാമോദീസയിലൂടെ എല്ലാ പാപങ്ങളും, ഉത്ഭവപാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. വീണ്ടും ജനിച്ചവരിൽ, അതായത് മാമോദീസ സ്വീകരിച്ചവരിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയുന്ന യാതൊന്നും, ആദത്തിൻ്റെ പാപമാകട്ടെ, വ്യക്തിപരമായ പാപമാകട്ടെ,
പാപത്തിൻ്റെ അനന്തരഫലങ്ങളാവട്ടെ, അതാണ് മാതാപിതാക്കളുടെ തെറ്റിലൂടെ കുഞ്ഞുങ്ങളിലുണ്ടാവുന്നതാകട്ടെ, ഇതൊന്നും നിലനിൽക്കുകയില്ല. ദൈവത്തിൽ നിന്നുള്ള വേർപെടലാണ് പാപത്തിൻ്റെ ഘോരഫലം, അതുപോലും നിലനിൽക്കുന്നില്ല. എന്നിരുന്നാലും അടുത്തത് 1264, പാപത്തിൻ്റെ കാലികമായ ചില അനന്തരഫലങ്ങൾ മാമോദീസ സ്വീകരിച്ചവരിൽ നിലനിൽക്കുന്നുണ്ട്. സഹനം, രോഗം, മരണം, ജീവിതത്തിലെ സ്വതസിദ്ധ ദൗർബല്യങ്ങൾ, പാപം ചെയ്യാനുള്ള പ്രവണത മുതലായവ. പാപം ചെയ്യാനുള്ള പ്രവണതയെ പാരമ്പര്യം പാപാസക്തി എന്നും ആലങ്കാരികമായി പാപത്തിൻ്റെ ഇന്ധനം എന്നും വിളിക്കുന്നു. പാപാസക്തി നമ്മിൽ കുടികൊള്ളാൻ അനുവദിച്ചിരിക്കുന്നത്, അതാണ്, ഇത് ദൈവം തന്നെ അനുവദിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. എന്തിനാണിത് അനുവദിച്ചിരിക്കുന്നത്? അതിനോട് നമ്മൾ സമരം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിന് സമ്മതം നൽകാതെ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ അതിനെ ധീരതയോടെ എതിർത്ത് നിൽക്കുന്നവരെ ദ്രോഹിക്കാൻ അതിന് കഴിയുകയില്ല. അപ്പോൾ ഈ മാമോദീസ സ്വീകരിച്ചവരിൽ ചില കോൺക്യുപ്പിസൻസ്, പാപാസക്തിയും ചില കാലികമായ പാപത്തിൻ്റെ ഫലങ്ങളും പരിണത ഫലങ്ങളും നിലനിർത്തുന്നത് ഒരു ശാപമായിട്ടല്ല. അതാണ് പൗലോസ്ലീഹ തന്നെ പറയുന്നത്, നിനക്ക്, ഈശോ പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. അപ്പോൾ കൃപ നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം സമയം നിലനിൽക്കുന്നുണ്ട്. കൃപ എടുത്ത് മാറ്റാൻ പറ്റില്ല. നമ്മൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും സ്ഥൈര്യലേപനം സ്വീകരിക്കുകയും ജീവൻ്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിൽ ഒരു പിശാചിനും പ്രവർത്തിക്കാൻ സാധ്യമല്ല. വിശ്വസിക്കണം. അപ്പോൾ ഇത് വിശ്വാസമില്ലാതെ, അയ്യോ ഇപ്പോൾ പിശാച് എൻ്റെ തിന്നും, ഇപ്പം എൻ്റെ പൂർവ്വശാപമാണ് ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ വിട്ടു. അപ്പോൾ ആ വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ആ വ്യക്തി ക്രിസ്തു എന്ത് ചെയ്തിട്ട് ക്രിസ്തു ചെയ്തതേ മുഴുവനും അവഗണിക്കുന്നു. ഇങ്ങനെ നമ്മുടെ വിശ്വാസം ശുഷ്കിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ നിങ്ങളുടെ നാട്ടിൽ നാളികേരത്തിന്, കഴമ്പില്ലാത്ത നാളികേരത്തിന് എന്താ പറയുക? പേട്. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം എല്ലാ നാട്ടിലും കുറേ പേട് ഉണ്ട്. എന്താ പേടെന്ന് പറഞ്ഞാൽ? കഴമ്പില്ല. കഴമ്പ് എന്ന് പറഞ്ഞാൽ, നല്ല അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആദ്യം നോക്കും അതിൻ്റെ ഉള്ളടക്കം എന്താണ്. എന്താ പറയണത്? ഉള്ളടക്കം, കണ്ടന്റ്. അപ്പോൾ ഇന്ന് നമ്മളുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച്, നമ്മൾക്കെല്ലാം വിശ്വാസം കിട്ടി, വിശ്വാസമുണ്ട്, ദൈവത്തിന് നന്ദി, പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പഠിക്കണം. എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രബോധനമാണ് എക്ലീസിയ യൂറോപ്പ. അത് പ്രബോധനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. യൂറോപ്പ് 90% മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനികളാണ്. പക്ഷേ അതിൽ 90% പേർക്കും വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം അറിയില്ല, കണ്ടന്റ്. സം ഓഫ് ദം ഡോണ്ട് ഈവൻ ബിലീവ് ക്രൈസ്റ്റ് എക്സിസ്റ്റ്. ക്രിസ്തു എന്ന ഒരാൾ ഉണ്ടായിരുന്നു പോലും അറിയില്ല, പക്ഷെ മാമോദീസ സ്വീകരിച്ചു. അപ്പോൾ നമുക്കുണ്ടാകേണ്ട ഒന്ന് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ അതിനാണ് കാറ്റഗിസം ഉള്ള കാത്തലിക് ചർച്ച്. ഇതിനെ പഠിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളും സഭാപ്രബോധനങ്ങളും സഭാപിതാക്കന്മാർക്ക് ലഭിച്ചിട്ടുള്ള പ്രബോധനങ്ങളെല്ലാം അടങ്ങുന്ന ഉള്ളടക്കമാണ്. ഇപ്പോൾ വീണ്ടും ഈ മാമോദീസ സ്വീകരിച്ച വ്യക്തി 1266 പറയുകയാണ്, 65, മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാകും. ഈ പോയിൻ്റാണ് ഇനി നമ്മൾ പിന്നീട് പഠിക്കാനുള്ളത്. പുതിയ സൃഷ്ടിയാക്കുമ്പോൾ പിന്നെ പഴയത് വല്ലതുണ്ടോ? പുതിയ സൃഷ്ടി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയിൽ പഴയത് വല്ലതുണ്ടോ? അപ്പോൾ സാവൂൾ പൗലോസായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? അയാളിലെ പഴയതെല്ലാം മാറി. അവിടെ പറയുകയാണ്,
ദൈവത്തിൻ്റെ ദത്തുപുത്രനും തൽഫലമായി ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനും ക്രിസ്തുവിൻ്റെ അവയവവും അവിടുത്തെ സഹാവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്ന കൃപാവരത്തിൻ്റെയും പ്രവർത്തനത്തിനെയും നമ്മൾ കുറേയും കൂടി വിശദമായിട്ട് പഠിക്കണം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പാട് അല്ലെങ്കിൽ അവരുടെ പെസഹ കടന്നുപോകലിൻ്റെ സമയത്ത് കർത്താവ് പറഞ്ഞു, ഇന്ന് എല്ലാ ഇസ്രായേൽ ഭവനവും ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ചിട്ട് കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ കട്ലപ്പടികളിൽ പൂശണം. കുഞ്ഞാടിൻ്റെ രക്തം പൂശപ്പെട്ട കട്ലപ്പടികളിൽ സംഹാരദൂതൻ പ്രവേശിക്കുകയില്ല. ഇത് നമ്മൾ കണ്ടതാണല്ലോ, ഇത് നടന്ന സംഭവമാണല്ലോ. കുഞ്ഞാടിൻ്റെ രക്തം പൂശിയ കട്ലപ്പടികളിൽ സംഹാരദൂതൻ പ്രവേശിച്ചില്ല. അതേ സമയത്ത് കുഞ്ഞാടിൻ്റെ രക്തം പൂശാത്ത കട്ലപ്പടികളുടെ ഉള്ളിൽ സംഹാരം നടന്നു. ഇതിൽ നിന്നും നമ്മൾ എന്താ പഠിക്കേണ്ടത്? എന്നാൽ കുഞ്ഞാട് കർത്താവീശോമിശിഹായാവുന്ന ലോകത്തിൻ്റെ പാപം മുഴുവനും പരിഹാരം ചെയ്ത ആ കുഞ്ഞാടിൻ്റെ രക്തം മുദ്ര കുത്തിയിരിക്കുന്ന ഈ കട്ലപ്പടിയുടെ ഉള്ളിൽ സംഹാരദൂതൻ പ്രവേശിക്കുമോ? അതാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നങ്ങ് വിശ്വസിച്ചേ. അവിടെ ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ യോഗ്യത എന്തായിരുന്നു? ഈ വരാനിരിക്കുന്ന ദിവ്യ കുഞ്ഞാടിൻ്റെ ഒരു ആന്റിസിപ്പേറ്ററി എക്സ്പീരിയൻസ് ആയിരുന്നുവെങ്കിൽ, ഇന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതോ കുഞ്ഞാട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ പാപം മുഴുവനും ഏറ്റെടുത്ത ഈ കുഞ്ഞാട് തന്റെ രക്തവും മാംസവും നമുക്ക് നൽകുകയും ആ രക്തം പാനം ചെയ്യുകയും ആ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്ന, ആ രക്തത്താൽ ജീവന്റെ അടയാളത്തിൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവിന്റെ ഉള്ളിൽ ഏത് പിശാചിന് കയറാൻ പറ്റും? പറ്റില്ല, പറ്റില്ല. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇതങ്ങ് വിശ്വസിച്ചാൽ എല്ലാം ശരിയാവും. മറിച്ച് അയ്യോ പിശാച് എൻ്റെ അകത്ത് കയറുമോ, ഭാവം എൻ്റെ അകത്ത് കയറുമോ, എന്നെ ശിക്ഷിക്കുമോ, ഇതെല്ലാം കർത്താവ് ഈശോ മിശിഹാ അവസാനിപ്പിച്ചിരിക്കുന്നു. തൻ്റെ ശരീരത്തിൽ തൻ്റെ രക്തത്തിൽ സകല പാപത്തെയും കൊന്നു. അതാണ് മരണം. തൻ്റെ മരണത്താൽ മരണത്തെ ജയിച്ചിരിക്കുന്നു. ഈ സത്യം ആണ് പുതിയ നിയമം. ഈ പുതിയ നിയമം വന്നു എങ്കിൽ പഴയത് ആണോ പുതിയതാണോ? ഇനി എന്താ വേണ്ടത്? നമ്മുടെ അപ്പൻ 5 മക്കളുണ്ടായിരുന്നു. മരിക്കാറാകുമെന്ന് വിചാരിച്ചൊരു ടെസ്റ്റ്മെൻ്റ് എഴുതി 5 മക്കൾക്കും. അപ്പോൾ അമ്മയ്ക്കും ഒരു ഭാഗം വെച്ച് സ്വത്ത് ഭാഗിച്ച് ടെസ്റ്റ്മെൻ്റ് എഴുതി. പക്ഷേ അപ്പച്ചൻ മരിച്ചില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിച്ചു. ഇനി ഈ എഴുതിയ ടെസ്റ്റ്മെൻ്റ് നിലവിൽ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? അമ്മച്ചിയുടെ ഈ സ്വത്തിന് വേണ്ടി ഈ 5 മക്കളും ഒരു പ്രശ്നമാണ്. തല്ലുണ്ടാക്കുന്നു നമ്മൾ പറയുന്നില്ല, എന്നാലും അതിനൊരു സൊല്യൂഷൻ കാണണമല്ലോ. അപ്പോൾ ജ്ഞാനമുള്ള അപ്പച്ചന്മാരാണെങ്കിൽ എന്ത് പറയും? നമ്മൾ മരിക്കണേക്ക് മുമ്പ് തന്നെ അത് വേണ്ട മാതിരി ചെയ്തു പോകാൻ നല്ലത്. അല്ലെങ്കിൽ ഈ സ്വത്തും പറഞ്ഞുകൊണ്ട് ഇവർ ബഹളം ഉണ്ടാക്കണ്ട. അപ്പോൾ അപ്പച്ചൻ എന്ത് ചെയ്തു? ഈ ടെസ്റ്റ്മെൻറ്റ് മാറ്റി വേറൊരു ടെസ്റ്റ്മെൻ്റ് എഴുതി. എന്തെഴുതി? ഈ സ്വത്ത് മുഴുവനും അമ്മച്ചിയുടെ സ്വത്തും കൂടി ചേർത്ത് മക്കൾക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് പുതിയ ടെസ്റ്റ്മെൻ്റ് എഴുതി. ഈ ടെസ്റ്റ്മെൻ്റ് രജിസ്റ്റർ ആക്കണോ? ഇത് രജിസ്റ്റർ ആക്കണമെങ്കിൽ എന്ത് വേണം ആദ്യം? പഴയത് ക്യാൻസൽ ആക്കണം. അപ്പോ പുതിയ ടെസ്റ്റ്മെന്റ് കർത്താവ് ഈശോ മിശിഹാ രക്തം കൊണ്ട് എഴുതിയപ്പോൾ പഴയത് ക്യാൻസൽ ആയോ? പക്ഷെ ആ കടലാസ് അവിടെ ഇരിക്കുന്നുണ്ട്.
അതും എഴുതിയിട്ടുണ്ട്, ഇത് ഇൻവാലിഡ്, ഇത് ക്യാൻസലാന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആ ടെസ്റ്റ്മെൻറ്റും വെച്ചുകൊണ്ടാണ് ഇപ്പം നടക്കണത്. ഏത്? ക്യാൻസലായ ടെസ്റ്റ്മെൻറ്റ്. എന്താ വേണ്ടത് നമുക്ക്? മനസ്സിലാവുന്നുണ്ടോ? ഏത് ടെസ്റ്റ്മെൻറ്റിനാണ് ഇപ്പോൾ വാലിഡിറ്റി? അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് എബ്രായർ 8-ാം അധ്യായത്തിൽ 7 മുതലുള്ള വചനത്തിൽ പറയുകയാണ്, ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നുവെങ്കിൽ രണ്ടാമതൊന്നിന് അവസരമുണ്ടാകുമായിരുന്നില്ല. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ കുടുംബവും യൂദാ കുടുംബവുമായി ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന. എല്ലാവരും ഒന്ന് എടുത്തേ. പുതിയ നിയമമാണ്, കൊച്ചു ബൈബിളാണെങ്കിലും കിട്ടും. എല്ലാവരും ഒന്ന് തുറന്നെടുത്തേ, ഇതൊന്ന് വായിച്ചു നോക്കി. എല്ലാവരും എടുത്തോ? എല്ലാവരും ഒന്ന് ഒപ്പം വായിച്ചേ. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് അവസരം ഉണ്ടാകുമായിരുന്നില്ല. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ കുടുംബവും യൂദാ കുടുംബവുമായി ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു. ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല. അതുകൊണ്ട് ഞാൻ